നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ ചുമരുകൾ ഇടിഞ്ഞു തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ലോകം കറങ്ങേണ്ടി വരുന്ന ഗതികേടിൽ നിന്നും കേരളത്തെ രക്ഷപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. ഒരു മാസമായി കുടിവെള്ളമില്ല. മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ ചുമരുകൾ ഇടിഞ്ഞു തകർന്നു. ഉറങ്ങുകയായിരുന്ന ദമ്പതികൾ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. വടനപ്പള്ളി ബീച്ച് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന് സമീപം വടക്കൻ വീട്ടിൽ അയ്യപ്പന്റെ വീടിനാണ് നാശമുണ്ടായത്. ബുധനാഴ്ച രാത്രി 11:40 സംഭവം. അയ്യപ്പനും ഭാര്യ രാധയും ഉറങ്ങുമ്പോഴാണ് ശക്തമായ കാറ്റിൽ സമീപത്തെ തെങ്ങ് കടപുഴകി ഷീറ്റ് കൊണ്ട് മേഞ്ഞ വീടിന്റെ മുകളിലേക്ക് വീണത്. വീടിനുള്ളിലെ ഭിത്തിയും തൂണുകളും ഇടിഞ്ഞെങ്കിലും ഇവരുടെ ദേഹത്തേക്ക് വീണില്ല. ഭാഗ്യം കൊണ്ടാണ് ഇരുവരും രക്ഷപ്പെട്ടത്. ഇടിഞ്ഞ വീട് ഏതു നിമിഷവും നിലം പൊത്തുന്ന അവസ്ഥ വന്നതോടെ അയ്യപ്പനും ഭാര്യയും സമീപത്തെ സഹോദരന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. പഞ്ചായത്ത് ഫിഷറീസ് സ്കൂളിന്റെ പടിഞ്ഞാറ് താമസിക്കുന്ന വടക്കൻ അയ്യപ്പന്റെ വീട് ഇന്നലെ രാത്രി 11:14 കാറ്റും മഴയും വന്നിട്ട് തെങ്ങും ഇടമറിഞ്ഞ് വീണ് പരമരയ്ക്ക് വീണ് വീടൊക്കെ തകർന്നു നിൽക്കുന്നത്. സുരക്ഷിതമായി താമസിക്കാൻ വീട് ഇനി പൊളിച്ച് പുതുതായി നിർമ്മിക്കേണ്ട സ്ഥിതിയാണ്. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. വിവരമറിഞ്ഞ വാർഡ് മെമ്പർ ഷീന സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KS ധനീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ വാടാനപ്പള്ളി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണി 11:00 കൂടിയിട്ടാണ് നല്ലൊരു കാറ്റ് വീശി അതിൻ്റെ ഭാഗമായിട്ടൊരു തെങ്ങ് ഒടിഞ്ഞ് വീടിന് മുകളിൽ വീഴുകയുണ്ടായത്. വലിയ രീതിയിൽ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വീട് എന്ന് പറയുന്നത് ഒരു ഷീറ്റ് മേഞ്ഞിട്ട് ഭിത്തി കെട്ടുള്ള വീടാണ്. ആ ഭിത്തി ഇടിഞ്ഞ് വീണു. അതിലൊരു അപകടം പറ്റാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് ഈ രണ്ടുപേരും TV കണ്ടിരുന്ന ആൾക്കാരോട് നിന്ന് മാറി. ഇതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു അപകടം ഒഴിവായത്. ഇപ്പോൾ വ്യാപകമായിട്ട് ഈ കാറ്റ് വീശിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവർക്ക് ഒരു സാധാരണ കുടുംബമാണ്. അപ്പോൾ അവർക്ക് വേണ്ട നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വീട് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഇപ്പോൾ ചുമര് മുഴുവൻ ഇടിഞ്ഞ് മറഞ്ഞു കിടക്കുകയാണ്. മുകളിലെ ഷീറ്റും വീണ് തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ കുടുംബമാണ്, SC കുടുംബമാണ്. അപ്പോൾ അവർക്ക് വേണ്ടൊരു സഹായം കാര്യങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. പൊക്കാഞ്ചേരി കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമായി. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. തീരദേശത്തു കൂടി നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായ പഞ്ചായത്ത് റോഡ് പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. അടിയന്തരമായി തീരം സംരക്ഷിച്ച് അവിടുത്തെ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി കേരള കേന്ദ്ര സർക്കാരുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈക്കൊള്ളണമെന്ന് CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ ആവശ്യപ്പെട്ടു. വർഷങ്ങളായിട്ടുള്ള ഈ കടൽക്ഷോഭം തീരപ്രദേശത്തുള്ള ആളുകളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണമാണ് ഇതിന് ഏക പരിഹാരമാർഗം. പുലിമുട്ട് മാതൃകയിൽ കടലിലേക്ക് തള്ളിയിടുന്ന രീതിയിലുള്ള ഒരു കടൽഭിത്തി നിർമ്മാണം നടത്തിക്കൊണ്ട് വാടാനപ്പള്ളിയുടെ കടപ്പുറവും അതുപോലെ തന്നെ തീരവും ആ തീരപ്രദേശത്ത് നിവസിക്കുന്ന നൂറുകണക്കിനായിട്ടുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സുരേഷ് ഗോപി ജയിച്ചു പോയതിനു ശേഷം ഈ കടൽപ്പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ഈ തീരപ്രദേശവാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ലോകം കറങ്ങേണ്ടി വരുന്ന ഗതികേടിൽ നിന്നും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അഭിപ്രായപ്പെട്ടു. MSF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി SSLC +2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് നാട്ടിക ശ്രീനാരായണ ഹാളിൽ സംഘടിപ്പിച്ച അക്ഷരദീപങ്ങൾക്ക് അനുമോദനം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത്തരം പ്രവർത്തികൾ MSFന്റെ ഭാഗത്തുണ്ടാകുന്നു. ലീഗ് പാർട്ടി തന്നെയും നേരിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ വിവിധ സംഘടനകൾ, സമുദായ സംഘടനകളൊക്കെ ചെയ്യാറുണ്ട്. NSSും SNDPയും MESും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനമാണ്. നാട്ടിൽ ചില സാംസ്കാരിക
സംഘടനകളും ഇതുപോലെ അവാർഡ് ദാനങ്ങൾ നടത്താറുണ്ട്. സ്കൂൾ കമ്മിറ്റികൾ അവരുടെ ഒരു വിക്ടറി ഡേ അല്ലെങ്കിൽ ടാലൻറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്കുള്ള പ്രോത്സാഹനമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഈ അവാർഡ് നേടി ഇവിടെ എത്തി ഫുൾ A+ കിട്ടിയ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കൈവരിച്ചിട്ടുള്ളത് വലിയ നേട്ടം. നല്ല അധ്വാനത്തിലൂടെ മാത്രമേ ഇങ്ങനെ ഒരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. A+ ഫുള്ളായി പൂർണ്ണമായി എല്ലാ വിഷയത്തിലും ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അധ്വാനമാണ്. അതിന് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല കാലിബറുണ്ട്, ടാലൻ്റ് ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പരീക്ഷാ ഫലം. അപ്പോൾ എന്ത് വേണം? നിങ്ങളിത് തിരിച്ചറിഞ്ഞു, നിങ്ങൾക്കിതിന് കഴിയും. നിങ്ങൾക്ക് ജഗദീശ്വരൻ ദൈവം നല്ല ബുദ്ധി വൈഭവം നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അപ്പോൾ അത് സ്വയം മനസ്സിലാക്കി. എന്നിട്ടോ ഇനിയുള്ള പരീക്ഷകളും നിങ്ങൾ ഇതേ ഗ്രേഡിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. MSF നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, കരിയർ ഗൈഡൻസ് T മുജീബ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, ജില്ലാ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KA കബീർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, ജനറൽ സെക്രട്ടറി CK ഷാജി, MSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ, അൽ ഐൻ KMCC തൃശൂർ ജില്ലാ ഭാരവാഹി KA ബദറുദ്ദീൻ, ഖത്തർ KMCC ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഷെരീഫ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി VD സന്ദീപ്, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം PA ഫഹദ് റഹ്മാൻ, MSF പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സാബിത്ത് PS, ട്രഷറർ അഹമ്മദ് നാസർ എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിലെ തെരുവുവിളക്കുകൾ കത്തിക്കാൻ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ പ്രതിഷേധിച്ച് 18-ാം വാർഡ് മെമ്പർ ശ്രീകേഷ് S ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിനുള്ളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മെമ്പർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് BJP പ്രവർത്തകർ പഞ്ചായത്തിനു പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP താന്യം ഏരിയ പ്രസിഡന്റ് G ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. P കൃഷ്ണനുണ്ണി, NS ഉണ്ണിമോൻ, ജോഷി ബ്ലാങ്ങാട്ട്, മുരളി കല്ലാറ്റ്, പ്രേമദാസ് വെങ്ങാലി, M ഉണ്ണികൃഷ്ണൻ, സുധീർ പൊച്ചേക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. താന്യം പഞ്ചായത്തിലെ 19 വാർഡുകളിലും ഈ തെരുവുകൾക്ക് കത്താത്തതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം നമ്മൾ അനുഭവിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 മാസത്തിന് മേലെയായി തെരുവുവിളക്കുകൾ പൂർണ്ണമായിട്ടും നമ്മുടെ പഞ്ചായത്തിൽ കത്തുന്നില്ല. അതിൻ്റെ പഞ്ഞതുപോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ മഴക്കാലം വന്നതോടുകൂടി നേരത്തെ ഇരുട്ടാവുകയാണ്. ഈ ഇരുട്ടാവുമ്പോൾ തന്നെ നമ്മുടെ ട്യൂഷൻ വിട്ട് കുട്ടികൾ വരുന്നു, അതുപോലെ തന്നെ അമ്മമാർ ജോലി കഴിഞ്ഞ് വരുന്നു, അവർക്കൊന്നും വണ്ടിയില്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ വരുന്ന അമ്മമാർക്ക് റോട്ടിൽ വെളിച്ചമില്ലാത്തതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം അനുഭവപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ കാര്യത്തിൽ വളരെയധികം വർധനവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ പ്രതിഷേധിച്ച് താന്യം പഞ്ചായത്തിൽ ഏകദേശം ഒരു നമ്മുടെ 19 വാർഡിൽ 50% പോലും ഈ തെരുവുകൾക്ക് കത്തുന്നില്ല. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം, കുത്തിയിരിപ്പ് സമരം നമ്മളിന്ന് നടത്തുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഏകദേശം 1000-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ ഏറ്റവും മോശം പഞ്ചായത്തുകളിലെ 10 എണ്ണത്തിൽ ഒരു പഞ്ചായത്തായിട്ട് താന്യം പഞ്ചായത്ത് മാറിയിരിക്കുന്നു എന്ന ദുരവസ്ഥ നമ്മൾക്കെല്ലാം അപമാനമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾ, ജനപ്രതിനിധികൾ, പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം അവരുടെ മനം മാറ്റിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പുഷ്പകൃഷി ഓണത്തിനൊരുമുറം ചെണ്ടുമല്ലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലാഗിരി ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇർഷാദ് K ചേറ്റുവ, KB സുധ, സന്തോഷ് K രാജൻ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KC റൈഹാന, കൃഷി ഓഫീസർ ചിഞ്ചു P ബാബു, കൃഷി അസിസ്റ്റന്റ് KB അനൂപ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഏങ്ങണ്ടിയൂർ, വലപ്പാട് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുത്ത 12 വനിതാ ഗ്രൂപ്പുകളാണ് പുഷ്പകൃഷിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്.
ഇടവേള. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകുന്നു. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഗൗരി രഞ്ജിഷിനും സാം ഫ്രാങ്ക്ലിനും വടനപ്പള്ളി മണ്ഡലം 6ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PD ബെന്നി, വാർഡ് പ്രസിഡന്റ് TP രഞ്ജിഷ്, മണ്ഡലം സെക്രട്ടറി നസീർ, ബൂത്ത് പ്രസിഡന്റ് AA ബഷീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ ഫിഫ ലോകകപ്പിനെ വരവേറ്റുകൊണ്ട് വ്യത്യസ്ത ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞും കൊടികളുമേന്തിയും നടത്തിയ വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. പ്രവചന മത്സരത്തിന്റെ ഉദ്ഘാടനം പ്രധാന അധ്യാപിക സീജ ജോസഫ് നിർവഹിച്ചു. കിക്ക് ഓഫ് മത്സരം PTA പ്രസിഡന്റ് CS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ആദിനാഥ്, മിർസ ഫാത്തിമ എന്നിവർ സമ്മാനാർഹരായി. മുഹമ്മദ് ബിലാൽ എന്ന വിദ്യാർത്ഥിയുടെ പിതാവ് വരച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെൻസിൽ ചിത്രം സ്കൂളിന് കൈമാറി. അധ്യാപകരായ അബ്രഹാം ബേസിൽ, PR രാഗിൻ, ആൻസി S മാറോക്കി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കളി കണ്ടിട്ട് വേണം കേട്ടോ. നമ്മൾ രാത്രിയാക്കുകയാണ് ഇപ്പോഴത്തെ കളി. അതുകൊണ്ട് കളി കാണാൻ ശ്രമിക്കുക. നമ്മൾ ആവേശകരം ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ, ഫുട്ബോൾ ആരാധകരുള്ളത് എനിക്ക് നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ അതന്നെ നമ്മുടെ ഈ ഫുട്ബോളിനോടുള്ള നമ്മുടെ മലയാളികളുടെ ഏറെ സ്പോർട്സ് പ്രിയപ്പെട്ടതാകും. നമ്മുടെ ഇന്നു മുതൽ നമുക്ക് ആവേശകരമായ ദിനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോ ടീമിനും വേണ്ടി നമ്മൾ എല്ലാവർക്കും ഞാൻ ആശംസ നേരുകയാണ്. നമ്മുടെ ആരാണ് മികച്ച ഈ കപ്പ് നേടുന്നതെന്നും നമുക്ക് പറയാൻ കഴിയില്ല. തളിക്കുളം 59-ാം നമ്പർ ബാല്യ അംഗനവാടിയിൽ നീണ്ട 40 വർഷക്കാലം സേവനമനുഷ്ഠിച്ച റംലു ടീച്ചർക്ക് തളിക്കുളം 8-ാം വാർഡ് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മുൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സജിത കോർണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷമീർ നാലകത്ത് അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ സിന്ധു, തളിക്കുളം പഞ്ചായത്ത് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ, അംഗനവാടി ടീച്ചർ സിമി, CDS മെമ്പർ വിലാസിനി, ALMC അംഗങ്ങളായ മൊയ്തീൻ, അശ്വതി, ആനന്ദൻ, ശിവലക്ഷ്മി, ജസീറ, നിർമ്മല, രമണി, നസീർ, ഷംന എന്നിവർ സംസാരിച്ചു. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒന്നായിരുന്നു അംഗനവാടി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അംഗനവാടി ടീച്ചറിന്റെ കൈകളിലൂടെ ഒരു എന്താ പറയാ പ്രീ സ്കൂൾ പഠനം എന്ന് പറയില്ല, സ്കൂളുകളിലൊക്കെ ചേർത്തതിന് മുൻപുള്ള ഒരു പഠനം ടീച്ചറിലൂടെ കടന്നുപോയവർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ പലരും ചേരാറില്ല. എങ്ങനെയാണെന്ന് അറിയാം. പക്ഷെ സർവീസ് എല്ലാം ഏറ്റെടുക്കും ജനങ്ങൾ. എങ്ങനെയാണ്? ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അളവും അല്ലെങ്കിൽ അവരുടെ ഗർഭിണിയുടെ തൂക്കവും അല്ലെ, ഗർഭിണിയുടെ തൂക്കം അല്ലെങ്കിൽ അവരെന്ത് ഭക്ഷണം കഴിക്കുന്നു, അവരെന്ത് കഴിക്കണം, അവർക്ക് എന്ത് കൊടുക്കണം എന്നൊക്കെ തുടക്കം മുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അംഗൻവാടി അധ്യാപകരാണ്. ഫുട്ബോൾ ലോകകപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കിക്ക് ഓഫ് 2026 ഫുട്ബോൾ കാർണിവലിന് ആവേശകരമായ തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വീനു കാർണിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. ലോകകപ്പ് മത്സരങ്ങളിലെ വിജയികളെ പ്രവചിക്കുന്നതിനായി സ്കൂളിൽ ഒരുക്കിയ പ്രവചന മത്സരത്തിന്റെ ഉദ്ഘാടനം മാനേജർ ഇൻചാർജ് PK പ്രസന്നൻ നിർവഹിച്ചു. കായിക സംസ്കാരം വളർത്തുന്നതിനായി രൂപീകരിച്ച പുതിയ സ്കൂൾ സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം ന്യൂ ഫുട്ബോൾ ക്ലബ്ബ് കേരള ഹെഡ് കോച്ചും മുൻ കേരള ടീം കോച്ചുമായ നവാസ് KA നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജയാബിനി GSB, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അംബിക ടീച്ചർ, വികസന സമിതി ചെയർമാൻ മണികണ്ഠൻ CS, സ്റ്റാഫ് സെക്രട്ടറി രഘുരാമൻ എന്നിവർ സംസാരിച്ചു. എല്ലാവരും ഉറക്കം വിളിച്ചിരുന്ന് കാണും ഇല്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ?
കളിയൊക്കെ കണ്ടോളൂ, സ്കൂളിലേക്ക് വരണം. ക്ഷീണമൊന്നും പറഞ്ഞ് വീട്ടിലിരിക്കാൻ പാടില്ല കേട്ടോ, സ്കൂളിലേക്ക് വരുന്ന എല്ലാവരും. അപ്പൊ നമ്മളെല്ലാവരും ഓരോരുത്തരായി ഓരോ ടീമിനെ പ്രതിനിധീകരിച്ച് ഇന്ന് ജേഴ്സി ഇട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യത്യസ്തങ്ങളായ ടീമുകളോടായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. ഒരു ലഹളയും ആരും തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം നമ്മളുടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് നമ്മൾക്ക് അഭിമാനിക്കാവുന്ന താരങ്ങളുണ്ടല്ലേ? ആരാ നമ്മളുടെ അഭിമാന താരം തൃശ്ശൂരിന്റെ ഫുട്ബോളില്? IM വിജയൻ നമ്മളുടെ ഏറ്റവും അഭിമാന താരമാണ്. അതുപോലെ നിങ്ങളും ഇനി ഉയർന്നു വരണം. ഇന്നിവിടെ ടീച്ചർ പറഞ്ഞു സ്പോർട്സില് ഇന്നിപ്പോ ഒരു ക്ലബ്ബ്, നമ്മളെ സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഇനി നിങ്ങൾ ഓരോരുത്തരും സ്പോർട്സിൽ ഉയർന്നു വന്ന് നമ്മളുടെ നാട്ടി ഹസൻ ട്രസ്റ്റിന്റെ പേര് ഇനിയും ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. വലപ്പാട് ഗ്രാമപഞ്ചായത്തും CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന 2026 ലോകകപ്പ് ബിഗ് സ്ക്രീൻ ലൈവ് ഷോ വലപ്പാട് ചന്തപ്പടി കഴിമ്പ്രം വിജയൻ സ്മാരക ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്യും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനാകും. CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് മുഖ്യാതിഥിയായിരിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS ഷജിത്ത്, സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ എന്നിവർ പങ്കെടുക്കും. സ്പോർട്സ് പ്രതിഭകളെ ആദരിക്കൽ, പ്രഭാഷണങ്ങൾ, പ്രവചന മത്സരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. IM വിജയൻ ഉൾപ്പെടെയുള്ള ദേശീയ താരങ്ങൾ പങ്കെടുക്കും. 1000 പേർക്ക് മത്സരം കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയും ആസാ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ CP സാലിഹാണ് പഞ്ചായത്തിന് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ, PS ഷജിത്ത്, CP ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ മുഹമ്മദ് അലി, രവി കിരൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരിടവേള കൂടി. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കായിക പ്രേമികൾക്ക് ശ്രദ്ധേയമായ പദ്ധതിയുമായി സ്മാർട്ട് കയ്പമംഗലം. വിദ്യാർത്ഥികൾക്കും കായിക പ്രേമികൾക്കും ഫുട്ബോൾ ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശമുയരുന്ന വേളയിൽ കളിക്കാൻ ഫുട്ബോൾ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയും കളിമൈതാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ വിതരണം ആരംഭിച്ചത്. എടത്തിരുത്തി മുതൽ അഴീക്കോട് വരെയുള്ള പ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഫുട്ബോൾ ലഭ്യമല്ലാത്തവരുമായ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമാണ് സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ ഭാഗമായി ഫുട്ബോളുകൾ വിതരണം ചെയ്യുന്നത്. ലോകപ്രശസ്ത താരങ്ങളായ മെസ്സി, റൊണാൾഡോ, നെയ്മർ തുടങ്ങിയവരുടെ കളിമികവ് കണ്ട് ആവേശം കൊള്ളുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ ഇല്ലാത്തതിന്റെ പേരിൽ കളിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. എടത്തിരുത്തി വെസ്റ്റ് SNV LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പൊതുപ്രവർത്തകൻ TK പ്രകാശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് കയ്പമംഗലം കോർഡിനേറ്റർ ശോഭാ സുബിൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷാജി കണ്ണങ്കിലകത്ത്, സലീം പുളിഞ്ചോട്, KA അഫ്സൽ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോളുകൾ കൈമാറി. ചടങ്ങിൽ ബിനോയ് ലാൽ, ലിജോ ജോണി, മാധവൻ, അധ്യാപകരായ MA ഫൈസൽ, KB സന്ധ്യ, നീലിമ, ഫസീല, ജീജ, രമ്യ, സോന എന്നിവർ സംസാരിച്ചു. ഫുട്ബോളിന്റെ ആരവുമായിട്ട് ഇന്ന് രാത്രി ആരംഭിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഈ കൊച്ചു ഗ്രാമത്തിലും നമ്മുടെ പിഞ്ച് കുട്ടികൾ അവരുടെ ആ തുടക്കത്തിൽ നിന്നുള്ള ആ പ്രചോദനമാണ് അവരെ വലിയ വലിയ ആളുകളാക്കി മാറ്റുന്നത്. നമ്മൾക്കറിയാം, പല ഫുട്ബോൾ താരങ്ങളും വെറുതെ റോട്ടിൽ പന്ത് തട്ടി നടന്നിരുന്ന കുട്ടികളാണ് പിന്നീട് ലോകമറിയപ്പെടുന്ന പ്രഗത്ഭരായ കായിക താരങ്ങളൊക്കെ ആയി മാറിയിട്ടുള്ളത്. അപ്പം അതിന് ഒരു പ്രചോദനം കൊടുക്കേണ്ടത് നമ്മളുടെ ഈ ചെറുപ്രായത്തിലാണ്. അപ്പം അതിനുവേണ്ടി സ്മാർട്ട് കയ്പമംഗലം എല്ലാ വിദ്യാലയങ്ങളിലും, ഫുട്ബോൾ ഇല്ലാത്ത മുഴുവൻ വിദ്യാലയങ്ങളിലും ഫുട്ബോൾ കൊടുത്തുകൊണ്ട് ഈ ഫിഫയുടെ ഈ വേൾഡ് കപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ചെയ്യുകയാണ്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. +2 പരീക്ഷയിൽ 6ാം വർഷവും തുടർച്ചയായാണ് 100% വിജയം സ്കൂൾ കൈവരിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DDE KH സാജൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ VB സജിത്ത്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഇംഗ്ലീഷ് മീഡിയം LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ PK അബ്ദുൾ മജീദ്, സ്റ്റാഫ് സെക്രട്ടറി പ്രഭിത പ്രതാപൻ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് കേവലം റിസൾട്ടിന്റെ ഒരു മികവ് മാത്രമല്ല, എല്ലാ മേഖലയിലും, ഇപ്പോൾ കലോത്സവത്തിലായാലും കായിക മേളയിലായാലും ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര മേളകളിലായാലും ഒക്കെ വലിയ മികവാർന്ന വിജയങ്ങൾ ഈ സ്ഥാപനം വർഷങ്ങളായിട്ട് നേടുന്നുണ്ട്. ഞാൻ 2010 മുതൽ 17 ജൂൺ വരെ നാട്ടിക ഫിഷറീസ് സ്കൂളിൽ പ്രിൻസിപ്പളായി. അന്ന് എനിക്കറിയാം ഇവിടുത്തെ പ്രകടനം, അധ്യാപകരുടെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടുള്ള സേവനവും. മതിലകം പഞ്ചായത്ത് പ്രദേശത്ത് 1 മാസത്തോളമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. മതിലകം പൂവത്തും കടവ നിവാസികൾ വാർഡ് മെമ്പർ സുനിൽ P മേനോന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായി 12 ദിവസത്തേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് നേരത്തെ വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു. എന്നാൽ
നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞിട്ടും 1 മാസത്തോളമായിട്ടും ജലവിതരണം പുനഃസ്ഥാപിക്കാത്തതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണമായത്. കുടിവെള്ളത്തിനായി കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉപരോധത്തിനിടെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരോട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും അവരെ തടഞ്ഞുവെക്കുകയും ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥരും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട സ്ഥിതി ശാന്തമാക്കി. 2 ദിവസത്തിനുള്ളിൽ കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. സമരത്തിന് RM ജലീൽ, നസീമ നൌഫൽ, റീന സഹദേവൻ, സിജിനി ഗിരീഷ്, ഗീത വിശ്വനാഥൻ, കുഞ്ഞുകുറുമ്പ, AM ഷമിതൻ, PR രാജേഷ്, MH ഷറഫു, ജോഷി ലൂയിസ് എന്നിവർ നേതൃത്വം നൽകി. LPS ചാഴൂരിൽ ഫിഫ ലോകകപ്പ് തുടങ്ങുന്ന ദിനത്തിൽ തന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകാനും ലോകകപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും പൂർവ്വ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ തോരണം കെട്ടിയും ഫുട്ബോൾ താരങ്ങളുടെ ജേഴ്സി അണിഞ്ഞും കുട്ടികൾ ലോകകപ്പിനെ വരവേൽക്കാൻ തയ്യാറായി. പരിപാടിയിൽ പ്രധാനാധ്യാപിക ഹരിത ടീച്ചർ, ബിൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ദിദിക് വിജയ്, നവദേവ് സി, സന്തോഷ് തുടങ്ങിയവർ കുട്ടികൾക്ക് ഫുട്ബോളിനെ കുറിച്ച് വിശദീകരിച്ചു. അപ്പം നമ്മൾ ജൂൺ 11 നമ്മളെ വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞു. അതിലിങ്ങനെ ഞങ്ങൾ വിളിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടികളും ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഉത്സാഹത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവർ നന്നായി ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ നമ്മൾ ക്ഷണിച്ചതാണ് സ്കൂളിലേക്ക്. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അവർ വളരെ സന്തോഷപൂർവ്വം തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അത് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഫുട്ബോൾ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഷൂട്ടൌട്ട് മത്സരവും വേൾഡ് കപ്പ് പോസ്റ്റർ പ്രകാശനവും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീല സലീം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വേൾഡ് കപ്പ് പോസ്റ്റർ പ്രകാശനവും നടന്നു. കോളേജ് പ്രിൻസിപ്പൽ NC അനീജ, അധ്യാപകരായ MV ലതിമോൾ, NR സ്മിത, NV സജിത, ലിജിന ജെയിൻ, V അപർണ, MB ദീപ, ഹന്ന അമൽ, TS അങ്കിത എന്നിവർ സംസാരിച്ചു. കായിക അധ്യാപകൻ V ശശിധരൻ മത്സരം നിയന്ത്രിച്ചു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ അവസരത്തിൽ NES കോളേജിൽ ഇങ്ങനെ ഒരു ഈവന്റ് ഒരുക്കിയ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേര് പ്രത്യേകം അതിനെ രക്ഷപ്പെട്ട അവസരം ഉപയോഗിക്കുകയാണ്. ഫുട്ബോൾ മാമാങ്കം എന്നത് നമുക്കറിയാം, പുതിയ തലമുറയ്ക്ക് ഒരു ലഹരി തന്നെയാണ് ഫുട്ബോൾ എന്നത്. പുതിയ തലമുറയ്ക്ക് മാത്രമല്ല, പഴയ തലമുറയ്ക്കും ലഹരിയും ആവേശവുമാണ് ഫുട്ബോൾ എന്നത്. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമ്യ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് അന്തിക്കാട് ഹൈസ്കൂളിലാണ്. നമുക്ക് വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് വിനോദ്. ഞാൻ ഹൈസ്കൂൾ അന്തിക്കാടിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്ററാണ്. ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് സംഭാവന ചെയ്തത്. വളരെ പാവപ്പെട്ട തലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗ്രാമാന്തരീക്ഷത്തിലുള്ള അന്തിക്കാട് ഹൈസ്കൂള്. ഇത്തവണ ഞങ്ങൾക്ക് 225 കുട്ടികളാണ് SSLC എഴുതിയത്. അതില് ഒരു 25 പേർക്ക് ഫുൾ A+ നേടാൻ സാധിച്ചു. അവരോട് ഞാൻ എന്നും സ്ഥിരം പറയുന്നത് പോലെ അവരാണ് ഞങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും യശസ് കാത്തു സൂക്ഷിക്കുന്നവര്. അവരാണ്
എന്നും ഇതിൻ്റെ വളർച്ചയ്ക്കൊക്കെ പ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്നത് ഈ മക്കളാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ മക്കളാണ്. അവരത് കാത്തു സൂക്ഷിക്കുക തന്നെ പ്രാവശ്യം ചെയ്തു. പാവപ്പെട്ട പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പലതരത്തിലുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ അധ്യാപകർ സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ നൈറ്റ് ക്ലാസ് ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ നൈറ്റ് ക്ലാസ് അത് ആവശ്യമാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആവശ്യമാണ്. അപ്പോൾ ഒരു 60-65 കുട്ടികൾ, ഈ 225 കുട്ടികൾ 60-65 കുട്ടികളും നൈറ്റ് ക്ലാസ് ആവശ്യമായിരുന്നു. പ്രിയപ്പെട്ടത് എൻ്റെ മക്കളുടെ കഴിവ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ, അവരുടെ ശ്രമം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളത്. ഒപ്പം നൈറ്റ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ടീച്ചേഴ്സിൻ്റെ പങ്കാളിത്തം, അതുമാത്രമല്ല ഇവിടുത്തെ സംഘടനകളൊക്കെ തന്നെ, ഒപ്പം PTA MPTA തുടങ്ങിയിട്ടുള്ള സംഘടനകൾ വളരെയധികം ഇതിനു വേണ്ടി നൈറ്റ് ക്ലാസ് എടുക്കുമ്പോഴും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികളോട് ഒരു കൗൺസിലിംഗ് ക്ലാസ് പോലെ ബുദ്ധിമുട്ടുള്ള കുട്ടികളോട് സംസാരിക്കുന്നതിനും നൈറ്റ് ക്ലാസ് സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നതിനും ഒക്കെ അവരും ശ്രമിച്ചിരുന്നു. സ്റ്റാഫ് അംഗങ്ങളോടൊപ്പം തന്നെ അവരും ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടായത്. ഗ്രാമ്യ TMC ഗ്രാമ്യ നല്ലൊരു പ്രവർത്തനമാണ് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വർഷം തോറും ചെയ്തു വരുന്നത്. അവരുടെ ഈ പ്രവർത്തനത്തിന് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. കുട്ടികൾക്ക് പ്രോത്സാഹനമായി മാറുന്നതിന് ഇവർ നടത്തുന്ന ശ്രമങ്ങളും ഇവർ നടത്തുന്ന പ്രോത്സാഹനവും ഒക്കെ ശ്ലാഘനീയമാണ്. അതിനവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അന്തിക്കാട് ഹൈസ്കൂളിലെ ബയോളജി ടീച്ചറാണ് ബിന്ദു ടീച്ചർ. നമ്മുടെ സ്കൂളിന് ഈ വർഷത്തെ SSLC റിസൾട്ടിൽ 225 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 25 ഫുൾ A+, 9 A+, കരസ്ഥമാക്കാൻ കഴിഞ്ഞു. കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും PTA കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് നേടാനായത്. അതിനെ എല്ലാ കുട്ടികൾക്കും, എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും, PTA, രക്ഷാകർത്താക്കൾ എന്നിവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രധാന അധ്യാപികയായ ഷില്ലി ടീച്ചറുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ ഒരു യത്നം തന്നെയാണ് ഇവിടെ അതിനുവേണ്ടി നടന്നത്. ടീച്ചർമാരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നം തന്നെയായിരുന്നു. പിന്നെ ഇത് കൂടാതെ നമ്മുടെ സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC, JRC, ലിറ്റിൽ കൈറ്റ്സ് എന്നിങ്ങനെയുള്ള ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി സാന്ത്വനം ക്ലബ്ബ്, പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ്, ടീൻസ് ക്ലബ്ബ്, എക്കോ ക്ലബ്ബ്, അങ്ങനെ റോഡ് സേഫ്റ്റി ക്ലബ്ബ്, അങ്ങനെ നിരവധിയായ ക്ലബ്ബുകൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ കായിക രംഗത്തും നമ്മുടെ സ്കൂൾ മുന്നിൽ തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ രംഗത്തും ശോഭിക്കാനുള്ള അവസരം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാൻ അവസരം നൽകിയ TMC ഗ്രാമ്യ പുരസ്കാരം നൽകുന്ന ഇവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമസ്കാരം, ഞാൻ ഹൈസ്കൂൾ അന്തിക്കാട് ഇംഗ്ലീഷ് ടീച്ചറാണ്. പേര് ഫിറ്റ്സി ജോസ്. ഇവിടെ കുട്ടികളുടെ വളരെയധികം സഹകരണമായിരുന്നു പരീക്ഷയോട് അടുക്കും തോറും കാണപ്പെട്ടിരുന്നത്. നൈറ്റ് ക്ലാസ്സുകളൊക്കെ വളരെ വിപുലമായിട്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും PTA ടീച്ചേഴ്സിൻ്റെയും ഒക്കെ വളരെയധികം സഹകരണത്തോടെയായിരുന്നു. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനും അവർ തയ്യാറായിരുന്നു. വളരെയധികം സഹകരണത്തോടുകൂടിയാണ് അവർ എല്ലാത്തിലും പങ്കെടുത്തിരുന്നത്. കുട്ടികൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയൊരു സിസ്റ്റത്തിലും ബുക്കിൻ്റെ മാറ്റത്തിലും ഒക്കെ കുറേ സ്ട്രഗിൾ ചെയ്തെങ്കിൽ കൂടിയിട്ടും നന്നായി ബുദ്ധിമുട്ടി തന്നെയാണ് അവർ പഠിച്ച് മാർക്ക് വാങ്ങിച്ചത്. അതിൽ വളരെയധികം അഭിമാനമുണ്ട്. താങ്ക് യു. നമസ്കാരം, ഞാൻ അന്തിക്കാട് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് സജീഷ് മാധവൻ. നമ്മുടെ സ്കൂളിൽ നിന്ന് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്നതിനായി A+ കിട്ടിയ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നതിനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇത്രയും ടൈറ്റ് സിലബസിൽ നിന്നിട്ടും 25 A+ മേടിച്ച് 9 A+, 9 എണ്ണം നേടിയിരിക്കുകയാണ്. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. രാത്രി കാലങ്ങളിൽ ഞങ്ങൾ PTA രക്ഷിതാക്കളും ടീച്ചേഴ്സും ഇരുന്ന് നല്ല വർക്ക് ചെയ്ത് കുട്ടികളുടെ നല്ല വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും A+ നമ്മുടെ സ്കൂളിന് മേടിക്കാൻ കഴിഞ്ഞത്. സമീപ സ്കൂളുകളിലൊക്കെ ഇത്ര കുറവ് A+ ആയപ്പോഴും നമ്മുടെ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ A+ കിട്ടിയിട്ടുള്ളത്. TMC ഗ്രാമ്യ
വിദ്യാഭ്യാസ അവാർഡ് 9 വർഷമായി ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും അതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി സ്കൂളിൻ്റെ പേരിലും PTA പേരിലും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, ഞാൻ അന്തിക്കാട് സ്കൂളിലെ MPTA പ്രസിഡന്റ് റജീന നാസർ. ഈ വർഷം വളരെ ടഫ് സിലബസ് ആയിട്ടും നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ 25 ഫുൾ A+, 9 A+, അതിന് തൊട്ടു താഴെയുമായി എല്ലാ മക്കളും നല്ല വിജയം തന്നെ കൈവരിച്ചു. അതിന് നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും PTA ഭാഗത്തുനിന്ന് ഞങ്ങളും നല്ല സപ്പോർട്ടീവ് തന്നെയായിരുന്നു. തുടക്കത്തിൽ തന്നെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന മക്കൾക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചും നൈറ്റ് ക്ലാസ് വെച്ചും ഞങ്ങളവരെ നല്ല സപ്പോർട്ടീവാക്കി. നമ്മുടെ മക്കളും നന്നായി ശ്രമിച്ചിട്ട് തന്നെ ഒരു നല്ല വിജയം നേടിയത്. അതിന് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് TMC ഗ്രാമ്യ ചാനല് ഞങ്ങളുടെ മക്കൾക്ക് ഉപഹാരം നൽകിയിരുന്നു. ഈ വർഷവും നൽകാൻ ഞങ്ങൾക്ക് ഈ സ്കൂളുകൾ കിട്ടിയതിന് വളരെ നന്ദിയുണ്ട്. എൻ്റെ പേര് വൈഗ. ഞാൻ ഈ വർഷം SSLC അന്തിക്കാട് സ്കൂളിൽ ഫുൾ A+ വാങ്ങി പാസ് ഔട്ടായ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സപ്പോർട്ടീവായ ടീച്ചേഴ്സാണ്. ഞങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. പിന്നെ പേരൻസിന്റെ സപ്പോർട്ടുണ്ട്, PTA സപ്പോർട്ടുണ്ട്. ഞങ്ങൾക്ക് ഫുൾ A+ വാങ്ങി ഞങ്ങളുടെ പഠിത്തത്തിൽ നല്ല വിജയം വാങ്ങാൻ പറ്റി. അപ്പോൾ ഈ വർഷം പടിയിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഉന്നത വിജയത്തോടെ പടിയിറങ്ങാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് തരുന്നതിൽ ഞങ്ങൾ എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും ഞാൻ അവരോട് നന്ദി അറിയിക്കുന്നു. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കൊന്നവരെ പരിചയപ്പെടാം. ദിയ, അലീന, ജഡ്ലിസ്, വൈഗ, ആദി. അപ്പോ ഇത്തവണ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ പേപ്പർ ആണെങ്കിലും പാറ്റേണൊക്കെ മാറിയിട്ട്. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ അധ്യാപകർ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലോണം സപ്പോർട്ട് ചെയ്തു. നല്ല സിലബസിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളൊന്നും അതിനനുസരിച്ച് നന്നായി ഹെൽപ്പ് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കുറേ സഹായിച്ചു. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു വർഷമായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു വർഷത്തെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാനുള്ളത്? വളരെ നല്ല അനുഭവങ്ങളായിരുന്നു. സ്കൂളായാലും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. 10ാം ക്ലാസ്സിന്റെ അങ്ങനെ എല്ലാം നല്ല അനുഭവം. വീട്ടിൽ നിന്നിട്ട് ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ചിട്ട് എന്നിട്ട് പറയാറ്? ടെൻഷൻ അടുപ്പിക്കാനില്ല. അതായത് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അവര് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പറ്റും, അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി, എത്ര ഡിപ്രഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് കെയർ ചെയ്യും. അപ്പൊ നമുക്കൊരു സമാധാനം. കാരണം പരീക്ഷയാണ്, 10 A+ ആണ്, അങ്ങനെ മേടിക്കുന്ന പ്രഷറൊന്നും ഇല്ല. അങ്ങനെ നമുക്ക് പഠിക്കണ സമയത്ത് കൂട്ടുകാര് നമ്മളെ ഇരുത്തി പഠിപ്പിക്കണ ഒരു സിറ്റുവേഷനോടൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. നമ്മൾ കൂട്ടുകാരെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനോട് കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ എന്താ പറയാനുള്ളത്? ഫ്രണ്ട്സ് എല്ലാവരും നല്ല മോട്ടിവേഷൻ ആയിരുന്നു. ഒരാൾക്ക് മാർക്ക് കുറവാണെങ്കിൽ അവരെ കൂടെ നമ്മളൊപ്പം തന്നെ കൊണ്ടുവരണം എന്നുള്ള മൈൻഡിലായിരുന്നു എല്ലാവരും. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് ഈ വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിദ്യാലയത്തിനെ കുറിച്ചിട്ട് എന്ത് ഓർമ്മകൾ പങ്കുവെക്കാനുള്ള മോൾക്ക്? നമ്മുടെ സ്കൂളിൽ നല്ല നല്ല ഓർമ്മകളുണ്ട്. കുറെ ടീച്ചർമാരുടെയും നമ്മുടെ ഫ്രണ്ട്സിന്റെയും കുറെ നല്ല ഓർമ്മകളുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികള് അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ചു. നമുക്ക് മറ്റു വിശേഷങ്ങൾ ഇനി അറിയാം. എൻ്റെ പേര് സ്മിത പി ജോസ്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഈ വർഷം ഞങ്ങൾ ഇരട്ടി മധുരത്തിലാണ്. നമ്മുടെ റിസൾട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 23 കുട്ടികൾക്ക്
ഫുൾ A+ വാങ്ങാനായിട്ട് സാധിച്ചു. അത് സയൻസിൽ തന്നെ 17 പേർക്കും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 6 പേർക്കാണ് ഫുൾ A+ നേടിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച PTA, മാനേജ്മെന്റ് എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കുട്ടികളെ ആദരിക്കാനായി ഇവിടെ എത്തിയ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം നൽകാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവരോടും ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല വിജയം നേടിയതിൽ ഞങ്ങൾക്കുള്ള അഭിമാനവും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു. ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാരം മുൻ വർഷങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ അവാർഡുകളും ഒക്കെ അവരിൽ നമുക്ക് സ്വീകരിച്ചുകൊണ്ടിരുന്നു. ഈ വർഷം അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ, പുരസ്കാരങ്ങളൊക്കെ തരാനായിട്ട് അവർ തയ്യാറായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വർഷം അവിടെ SSLCക്ക് ഏറ്റവും നല്ല വിജയ ശതമാനമാണ് ലഭിച്ചത്. 100% വിജയ ശതമാനം ലഭിക്കാനായിട്ട് ഇടവന്നു. അതുപോലെ തന്നെ 8 A+ ലഭിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിജയത്തിൽ മറ്റുള്ളവരോടൊപ്പം തന്നെ ഞങ്ങളും പ്രത്യേകമായിട്ട് സന്തോഷിക്കുകയാണ്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ PTA അംഗങ്ങളോടും എല്ലാ സ്റ്റാഫുകളോടും വളരെയധികം സന്തോഷമാണ് ഈ വർഷത്തെ റിസൾട്ടിൽ. അവരുള്ള നന്ദിയും കൃതജ്ഞതയൊക്കെ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. എൻ്റെ പേര് ലൂയിസ് താണിക്കൽ എന്നാണ്. ഞാൻ ഈ PTA എക്സിക്യൂട്ടീവ് അംഗമാണ്. ഈ സ്കൂളിൽ 6 വർഷമായിട്ട് PTA എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്തിരുന്നു. ഞാനൊരു 8-9 വർഷമായിട്ട് ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ ഈ സ്കൂളിൻ്റെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഈ സ്കൂളിൽ ഞാൻ പഠിച്ച എൻ്റെ പഴയ സ്കൂളാണ്. ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. അതിൻ്റെ ഇതിൽ ഇവിടുത്തെ മാഷന്മാരും ടീച്ചർമാരും ഞങ്ങളെ വളരെ സഹായിച്ച് ഞങ്ങളെ മക്കളെ പഠിപ്പിച്ച് എൻ്റെ മകനെ ഫുൾ A+ ഉണ്ട്. എൻ്റെ ടീച്ചർമാർ ഇവരെല്ലാവരും അവന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. അതുപോലെ തന്നെ ഈ ഗ്രാമ ചാനൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇതുപോലെ ആദരവ് തരാറുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ എല്ലാ പ്രാവശ്യവും വിജയാഘോഷം ഇതാക്കുമ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ട്. ഈ തുടർച്ചയായ 10ാം വർഷവും ഈ സ്കൂളിന് ഫുൾ A+ 100% വിജയം ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ദൈവത്തോടും ഇതിന് സഹകരിച്ച എല്ലാവരോടും ഗ്രാമ ചാനലിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ആര്യൻ സോണി. ഞാൻ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. എനിക്ക് ഈ സ്കൂളിനെ പറ്റി പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂൾ ലീഡറായിരുന്നു ഇവിടെ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഞാൻ അത്രയധികം സ്കൂളുമായിട്ട് ഒരുമിച്ച് പോയിട്ടുള്ളതാണ്. ഇവിടുത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും, അതായത് നമുക്ക് ടീച്ചേഴ്സ് എന്ന് വിളിക്കാൻ തോന്നില്ല, നമുക്ക് നമ്മുടെ അമ്മമാരെ പോലെയൊക്കെയാണ്. അവന്മാരെയാണ് അവരുടെ സ്നേഹം. നമ്മൾ തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം പേർക്കൊക്കെ കിട്ടിയത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും പിന്നെ സ്കൂളിൻ്റെ അന്തരീക്ഷമായാലും ഒക്കെ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പ്രിൻസിപ്പാളിനോടൊക്കെ ഇതിനു മുമ്പ് ലിൻസി ടീച്ചർ ആയിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ +1 പ്രിൻസിപ്പാൾ. ഞാൻ അഡ്മിഷൻ സമയത്ത് വന്നപ്പോൾ എന്നെ ടീച്ചർ വന്ന് പറഞ്ഞു, ആര്യൻ സോണി ഫുൾ A+ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ടീച്ചേഴ്സാണ്. എനിക്കിവിടെ ഭയങ്കര ഒരുപാട് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ +2 കാലഘട്ടം മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. വേറെ സ്കൂളിലാണെങ്കിൽ എനിക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു ഇവിടുത്തെ പഠിപ്പിക്കലും ടീച്ചേഴ്സ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. നല്ല ടീച്ചേഴ്സാണ്, ഫ്രണ്ട്സ് നല്ലൊരു കിട്ടി, നല്ല സ്കൂളാണ്. പിന്നെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് കായികം അങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിലും വളരെ സപ്പോർട്ടാണ്. നമ്മളെ എല്ലാ ടീച്ചേഴ്സായാലും ഒക്കെ നല്ല രീതിക്ക് ആണ് നമ്മളെ കൊണ്ടുപോയിരുന്നത്. എൻ്റെ പേര് ഗാഥ പൗർണമി. ഞാനിവിടെ സെൻറ് ആൻ്റണീസ് HSS പുത്തൻപീടികയിലെ വിദ്യാർത്ഥിനിയാണ്, +2 വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്കിവിടെ മികച്ച വിജയം കൈവരിക്കാൻ ഞങ്ങളെ സഹായിച്ച ടീച്ചർമാരും പിന്നെ പാരൻസിനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ ജിയോ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കി ടീച്ചർമാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് ഇതാക്കുക. അവരോടൊക്കെ ഞങ്ങളുടെ ഒരു വലിയ താങ്ക് യു.
പിന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത പാരൻസും ഫ്രണ്ട്സും എല്ലാത്തിനും കൂട്ടുനിന്നവരും അവരോടൊക്കെ ഒരു വലിയ താങ്ക് യു. മുറ്റിച്ചൂർ കുറ്റിമാവ് കാരണത്ത് ശ്രീധരൻ ഭാര്യ ജാനകി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ. മക്കൾ ലളിത, ബേബി, ബാബുരാജൻ, പ്രസാദ്. മരുമക്കൾ മാധവൻ, മോഹനൻ, ഷീജ, അമ്പിളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ ചുമരുകൾ ഇടിഞ്ഞു തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ലോകം കറങ്ങേണ്ടി വരുന്ന ഗതികേടിൽ നിന്നും കേരളത്തെ രക്ഷപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. ഒരു മാസമായി കുടിവെള്ളമില്ല. മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച നാട്ടുകാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.